GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം GST നഷ്ടപരിഹാരം എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചില്ല. അപ്പോൾ GST നഷ്ടപരിഹാരത്തിന്റെ ഭാഗമായി കിട്ടിക്കൊണ്ടിരുന്ന 12,000 കോടി രൂപ കഴിഞ്ഞ തവണ കിട്ടിയതിന്റെ ഈ തവണത്തേക്ക് വന്നപ്പോൾ കുറവുണ്ടായി. രണ്ടാമത്തെ കാര്യം നഷ്ടപരിഹാരത്തിന്റെ കാലാവധി കഴിയുകയും GST നഷ്ടപരിഹാരം കൊടുക്കുന്ന ഏർപ്പാട് അവസാനിക്കുകയും ചെയ്തല്ലോ. അത് കഴിഞ്ഞു. അപ്പൊ പിന്നെ കഴിഞ്ഞ കൊല്ലം കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ കൊല്ലം കിട്ടിക്കൊള്ളണമെന്ന് എങ്ങനെയാണ് വാശി പിടിക്കാൻ പറ്റുക? GST നഷ്ടപരിഹാരം അവസാനിപ്പിച്ചല്ലോ. അത് ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ തവണ നമ്മുടെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുള്ള ഇൻകം 1.42 ലക്ഷം കോടി കണക്ക് കൂട്ടി അതിന്റെ ചെലവടക്കം കണക്ക് കൂട്ടുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന തുകയിൽ നിന്നും ഈ തവണ ഉണ്ടായിട്ടുള്ള കുറവ്, ആ കുറവാണ് 57,400 കോടി രൂപയായി സൂചിപ്പിച്ചത്. അതിൽ ആദ്യ 2 ഹെഡും നിങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കുമ്പോൾ മൂന്നാമത്തെ ഹെഡിലേക്ക് വരുമ്പോൾ 2003 കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ നിയമത്തിൽ 3.5% കടമെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കെ എങ്ങനെയാണ് അത് വെട്ടിക്കുറയ്ക്കാൻ ഇടയ്ക്ക് കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കുക എന്ന ഗൗരവമായിട്ടുള്ള വിഷയം. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു UDF ഇവിടുന്ന് പോകുമ്പോൾ ഇത്രയായിരുന്നു കടം, ഒന്നാം പിണറായി സർക്കാർ ഇത്ര കടമെടുത്തു കൂട്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ കേരളത്തിൽ 18ഓളം ഗവൺമെന്റ് 1957 ശേഷം വന്നിട്ടുണ്ട്. ഓരോ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തീകരിക്കുമ്പോഴും മുൻ ഗവൺമെന്റ് എടുത്ത കടത്തിന്റെ ഇരട്ടിയായിരുന്നു ആ കടം. ആ ശതമാനം എടുത്തു നോക്കിയാൽ അത്തരത്തിൽ കൂടിക്കൂടി വന്ന കടം എത്രയാണോ നിന്നത് അത് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ള വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ കേരളത്തിന്റെ ഉള്ളിലെ തന്നെ ചെലവ് 2017 വന്ന ഉത്തരവും 2022 കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ട് വന്ന കടമെടുക്കൽ തോതുമായി ബന്ധപ്പെട്ടുള്ള നിബന്ധനകൾ ഈ കേരളത്തിന് സ്വാഭാവികമായിട്ടും എടുക്കാവുന്ന 2003 സംസ്ഥാനത്തിന് അധികാരമുള്ള നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി ഉള്ള അധികാരത്തിലുള്ള കടന്നുകയറ്റമാണ്. അതാണ് ജുഡീഷ്യൽ റിവ്യൂവിന്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ മുന്നിൽ ഈ കടവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്തതുപോലെ അതൊരു ജുഡീഷ്യൽ റിവ്യൂ കഴിയട്ടെ. നമ്മുടെ ഈ കാതലായ പ്രശ്നം ശ്രീ അരുൺകുമാർ, ഇപ്പൊ ഈ 57,400 എന്നുള്ളത് കിട്ടാനുള്ള പൈസയല്ല, മറിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ എന്ന് വേണമെങ്കിൽ പറയാം. GST നഷ്ടപരിഹാരം ഒരു 2 വർഷം കൂടി നീട്ടിയിരുന്നെങ്കിൽ, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ച് കുറെ കൂടി ഉദാരമായ വിധത്തിൽ നൽകാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ, ഇതൊക്കെ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ എന്നുള്ളതിനപ്പുറത്ത് 57,400 ഈസ് ഈക്വൽ ടു 0. അതല്ലേ സത്യം? അല്ലല്ല, 57,400 ആദ്യത്തെ 2 ഹെഡും ഒരു വാദത്തിന് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് താങ്കൾ പറയുന്നത് കിട്ടിയിരുന്നതെങ്കിൽ എന്നായിരുന്നെങ്കിൽ, മൂന്നാമത്തെ ഹെഡ് വായ്പാ നിഷേധം മൂലമുണ്ടായ 19,600 കോടി രൂപ ഒരു കാരണവശാലും ഈ കേരളത്തിന്റെ വായ്പ എടുക്കാനുള്ള അധികാരത്തിൽ ഇടപെടാൻ കഴിയില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ ഇവിടെ കടമെടുത്ത് കേരളം അങ്ങ് മുടിഞ്ഞിരിക്കുകയാണെന്ന്. എന്താണ് കേരളത്തിന്റെ സാഹചര്യം? ഇപ്പൊ 2023 ഒറ്റ മിനിറ്റ് ആദ്യപാദ കണക്ക് പരിശോധിച്ച കേന്ദ്രത്തിന്റെ പൊതുകടം GDPയുടെ 66.7%. എന്നാൽ കേരളത്തിന്റെ GDPയുടെ 37% മാത്രമാണ് കടം. അതായത് കേന്ദ്രത്തിന്റെ പകുതിയാണ്. സംസ്ഥാനങ്ങളുടെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ GDPയുടെ 55.8 സംസ്ഥാനങ്ങളുടെ ആവറേജ് കടം. സംസ്ഥാനങ്ങളുടെ ആവറേജ് കേന്ദ്രത്തിൽ മൊത്തം എടുത്താൽ ആവറേജിൽ നിന്ന് 21.8% കുറവാണ് കേരളത്തിന്റെ GDPയുടെ കടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിന്റെ പൊതുകടം ഇപ്പോൾ 3 ലക്ഷം കോടിയാണ്. അപ്പൊ ഗുജറാത്തിലോ ഞാൻ പറയട്ടെ അല്ലല്ല ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. BJP ഭരിക്കുന്ന ഗുജറാത്തിൽ 10 ലക്ഷം കോടിയാണ് കടം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ 9 ലക്ഷം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ല ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിന്റെ കടം എത്രയാ? 9 ലക്ഷം കോടിയാ. നിക്ക് അല്ല ഇത് കഴിയട്ടെ. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിന്റെ കടം എത്രയാ? 9 ലക്ഷം കോടിയാ. അത് കേരളത്തിന്റെ കടത്തിന്റെ 3 ഇരട്ടിയാണ്. അതുപോലെ രാജസ്ഥാനിലെ കടം 6 ലക്ഷം കോടിയാണ്. അത് കേരളത്തിന്റെ കടത്തിന്റെ ഇരട്ടിയാണ്. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ടല്ലോ. കടത്തിന്റെ തോതിൽ കേരളം 9ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ. 8 സംസ്ഥാനങ്ങൾ വേറെയുണ്ട്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ സമരത്തിനും, ഈ കേരളത്തെ എത്ര ഗുരുതരമായിട്ടുള്ള ബാധിക്കുന്ന സമരത്തിനും ഞങ്ങൾ സമരരംഗത്തേക്കില്ല എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. കർണാടകം സമരത്തിലേക്ക് ഇറങ്ങി, തമിഴ്നാട് സമരത്തിലേക്ക് ഇറങ്ങി. അവിടെ കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ CPM ആയാലും DMK ആയാലും ഒറ്റ മുന്നണിയുടെ ഭാഗമാണ്. കറുത്ത ഡ്രസ് ഇട്ടിട്ടാണ് ഈ MPമാരെല്ലാം ഇന്ത്യയുടെ പാർലമെന്റിൽ. അവിടെ കോൺഗ്രസിന് സമരത്തിൽ കർണാടകത്തിൽ ഇറങ്ങാം, ചോദിക്കാം. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം സമരത്തിൽ ഒന്നായി ചോദിക്കുന്ന ചോദ്യമാണ്. ശരി, അല്ല അത് രാഷ്ട്രീയം, ഞാൻ അത് ചോദിക്കാം. അതിനപ്പുറത്ത് ആരും നോക്കൂ, ഇപ്പൊ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കേരളത്തിനല്ല ഏറ്റവും കൂടുതൽ കട. കേരളത്തെക്കാൾ കൂടുതൽ കടമുണ്ട് ഗുജറാത്തിൽ, കേരളത്തെക്കാൾ കൂടുതൽ കടമുണ്ട് കർണാടകയ്ക്ക്. ശരിയാണ്. പക്ഷെ നോക്കൂ, ഗുജറാത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തെക്കാൾ വലിയ GSDP ആണ് കർണാടകയ്ക്കും അതുപോലെ തന്നെ
ഗുജറാത്തിനും ഒക്കെ ഉള്ളത്. ഡെറ്റ് ടു GSDP റേഷ്യോ നോക്കൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളം അപായകരമായ അവസ്ഥയിലാണ്. കടവും അതുപോലെ തന്നെ നമ്മുടെ മൊത്തം ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള താരതമ്യം എടുത്താൽ കേരളം 2ാം സ്ഥാനത്താണത്. 39%. അത് അപകടകരമാണ് എന്നുള്ള നിലയിലാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഗുജറാത്തിന്റെ GSDPയുടെ സൈസ് കേരളത്തിന്റെ GSDPയുടെ സൈസിനേക്കാൾ വലുതാണ്. അവർക്ക് കേരളത്തെക്കാൾ കൂടുതൽ കടമുണ്ടെങ്കിലും റേഷ്യോയിൽ അവർ പിറകിലാണ്. ഒറ്റ കാര്യം, എന്താണ് ഈ അവസാനത്തെ 6-7 വർഷമായി ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരാൻ കാരണം? ഇപ്പൊ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് പോകുമ്പോൾ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നമായിരുന്നുവെന്നും LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ശ്രീ തോമസ് ഐസക്കിന് ആദ്യം തന്നെ ധവളപത്രം ഇറക്കേണ്ടി വന്നു എന്നും ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുമായി സംവദിക്കേണ്ടി വന്നു എന്നുള്ളതും യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ആ പെൻഷൻ കുടിശ്ശികയും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. നമ്മളത് പലതവണ ചർച്ച ചെയ്തു പോയതാ. 2017 മുതൽ പബ്ലിക് അക്കൗണ്ടിലെ ബാധ്യതയെക്കുറിച്ച് ആദ്യത്തെ സർക്കുലർ കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ചതിന് ശേഷം ഉണ്ടായ കുറവ്, നമ്മൾ കടമെടുത്തിട്ടായാലും മറ്റു തരത്തിലും ധനകാര്യ മാനേജ്മെന്റ് വരുത്തുമ്പോൾ നമുക്ക് കിട്ടേണ്ടിയിരുന്ന, നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുമായിരുന്ന 1.7 ലക്ഷം കോടി രൂപയുടെ കുറവാണ് ഉണ്ടായത്. ആ 1.7 ലക്ഷം കോടി രൂപയുടെ കുറവ് ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ ഒരു പ്രതിസന്ധിയും കേരളത്തിൽ ഉണ്ടാവില്ല. നമ്മൾ ഓരോ വർഷവും ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോയത്. ഒറ്റ മിനിറ്റ് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിബന്ധന വച്ചതിന്റെ ഭാഗമായി 9614 കോടി രൂപയുടെ കുറവ് വന്നു. KSSPL-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിബന്ധന 2022 വച്ചതിന് ശേഷം 6281 കോടി രൂപയുടെ കുറവ് വന്നു. ഇത് കണക്ക് കൂട്ടിയെടുത്താൽ 1,25,000 കോടി രൂപയുടെ കുറവ് ഈ കേരളത്തിൽ വന്നിരിക്കുന്നു. അത് കേന്ദ്രത്തിന്റെ നയത്തിന്റെ ഭാഗമാണ്. ഈ പ്രതിസന്ധി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ധനകാര്യ പ്രതിസന്ധിയും കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അത് നമുക്ക് തരണം ചെയ്ത് പോകാൻ കഴിയുമായിരുന്നു. അതാണ് സുപ്രീം കോടതിയിൽ IGST വീതം നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് പറയാമോ? ഞാൻ വെല്ലുവിളിക്കുന്നു 25,000 കോടി രൂപ IGSTയുടെ വീതം നഷ്ടപ്പെടുത്തിയ കാര്യത്തിൽ അല്ല. എന്ത് തെളിവാണ് താങ്കൾക്ക് ഹാജരാക്കാൻ കഴിയുക? 2020 കോവിഡിന് ശേഷം നികുതി പിരിവിൽ പിണറായി വിജയൻ സർക്കാർ നിയോഗിച്ച സ്റ്റേറ്റ് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി ഡിസംബർ 2022 കൊടുത്ത റിപ്പോർട്ട് ഏറ്റവും നികുതി പിരിച്ചെടുക്കുന്ന, റവന്യൂ പിടിച്ചെടുക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്ന് ഈ കേരളമാണ്. നികുതി പിരിവിൽ കേരളം മുന്നിലാണ്. കേന്ദ്രത്തിന്റെ ഈ പ്രതിസന്ധി കൂടി ഇല്ലെങ്കിൽ 25,000 കോടി IGSTയുടെ വിഹിതമായിട്ട് ലഭിക്കേണ്ടത് കഴിഞ്ഞ 5 വർഷം റിട്ടേൺ ഫോം പരിഷ്കരിക്കുന്നതിന് നഷ്ടപ്പെടുത്തി കേരളത്തിന്റെ ആവശ്യങ്ങൾ കാണുമ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ടാണ് വിമുഖത കാണിക്കുന്നത്? അതാണ് ചോദ്യം. അങ്ങ് പറയുമോ? കേരളത്തിന്റെ ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നം കേന്ദ്രം അടിച്ചേൽപ്പിക്കുമ്പോഴും ഒരക്ഷരം ഈ കേരളത്തിന് വേണ്ടി ഉരിയാടാത്ത കോൺഗ്രസ് ചാനൽ ചർച്ചകളിൽ വന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല. പാർലമെന്റിലേക്ക് വരൂ, ഡൽഹിയിലേക്ക് വരൂ, സുപ്രീം കോടതിയുടെ നിയമ പോരാട്ടത്തോടൊപ്പം നിങ്ങൾ കൈ ചേർക്കൂ. ഇതിനൊന്നും കേരളമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സില്ലല്ലോ. കർണാടകത്തിൽ സമരം ചെയ്യും, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സമരം ചെയ്യും, മറ്റു സംസ്ഥാനങ്ങൾ ചെയ്യും. കേരളത്തോട് മാത്രം നിങ്ങൾക്ക് ഇത്ര അലർജിയാണ്. ജനങ്ങൾ തിരിച്ചറിയും, സംശയമില്ല.